അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ താൽക്കാലിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. നിലവിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ അവസാനിപ്പിക്കാനും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ നീക്കം. കേവലം 800-ൽ താഴെ വാക്കുകൾ മാത്രം ഉൾക്കൊള്ളുന്ന 14 ഇനങ്ങളുള്ള ഈ താൽക്കാലിക കരാർ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു സമാധാന ഉടമ്പടിയുടെ ശക്തമായ അടിത്തറയായാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ സവിശേഷമായ നയതന്ത്ര ശൈലിയുടെ ഭാഗമായാണ് ഈ ഒന്നിലധികം പോയിന്റുകളുള്ള ഉടമ്പടി രൂപപ്പെട്ടിരിക്കുന്നത്. മുൻപ് ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ 20-ദിന പദ്ധതിയും റഷ്യ-യുക്രൈൻ യുദ്ധം തീർക്കാൻ 28-ഇന പദ്ധതിയും കൊണ്ടുവന്ന ട്രംപ് ഭരണകൂടം ഇക്കുറി ഇറാനെ മെരുക്കാൻ 14-ഇന തന്ത്രമാണ് വിജയകരമായി നടപ്പിലാക്കിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുമായി നടത്തിയ പ്രത്യേക ഫോൺ കോളിൽ ഒരു മുതിർന്ന ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയ കരാറിന്റെ വിശദാംശങ്ങൾ ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കരാറിന്റെ ആദ്യഘട്ടമായി അമേരിക്കയും ഇറാനും അവരുടെ സഖ്യകക്ഷികളും എല്ലാ മുന്നണികളിലുമുള്ള സൈനിക നീക്കങ്ങൾ ഉടനടി സ്ഥിരമായി അവസാനിപ്പിക്കും. ഇതിൽ ലബനനിലെ സൈനിക നടപടികളും ഉൾപ്പെടുന്നുണ്ട്. ഇരു രാജ്യങ്ങളും പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ബഹുമാനിക്കുമെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും ഉറപ്പു നൽകുന്നു. പരമാവധി 60 ദിവസത്തിനകം ഒരു അന്തിമ കരാറിലെത്താനാണ് ഇരുപക്ഷവും ലക്ഷ്യമിടുന്നത്. ഇതിനായി അമേരിക്ക തങ്ങളുടെ നാവിക ഉപരോധങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യാൻ ആരംഭിക്കുകയും 30 ദിവസത്തിനകം അത് പൂർണ്ണമാവുകയും ചെയ്യും. ഉപരോധം മാറുന്നതോടെ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നതുപോലെ കപ്പൽ ഗതാഗതം ഹോർമൂസിൽ പുനഃസ്ഥാപിക്കപ്പെടും. ഇതിനു പകരമായി പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും ഒമാൻ കടലിലേക്കും തിരിച്ചുമുള്ള വാണിജ്യ കപ്പലുകൾ 60 ദിവസത്തേക്ക് സൗജന്യവും സുരക്ഷിതവുമായ പാത അത് ഇറാൻ ഒരുക്കും. ഈ മേഖലയിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള സാങ്കേതിക തടസ്സങ്ങൾ 30 ദിവസത്തിനകം ഇറാൻ പരിഹരിക്കും. ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവി ഭരണ സംവിധാനത്തെക്കുറിച്ച് ഒമാൻ സുൽത്താനേറ്റുമായും മറ്റ് തീരദേശ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഇറാൻ ചർച്ചകൾ നടത്തും. ഇറാന്റെ പുനർനിർമ്മാണത്തിനായി കുറഞ്ഞത് $300 ബില്യൺ വൻ സാമ്പത്തിക വികസന പദ്ധതിയാണ് അമേരിക്കയും പ്രാദേശിക പങ്കാളികളും ചേർന്ന് വിഭാവനം ചെയ്യുന്നത്. ഇതിനാവശ്യമായ എല്ലാ ലൈസൻസുകളും അനുമതികളും അമേരിക്ക നൽകും. കൂടാതെ UN രക്ഷാസമിതിയുടെ പ്രമേയങ്ങൾ ഉൾപ്പെടെ ഇറാനെതിരെയുള്ള എല്ലാത്തരം ഉപരോധങ്ങളും അവസാനിപ്പിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ്. ആണവായുധങ്ങൾ തങ്ങൾ നിർമ്മിക്കുകയോ കൈവശം വെക്കുകയില്ലെന്ന് ഇറാൻ ഈ കരാറിലൂടെ വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച ആണവ വസ്തുക്കൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സൈറ്റിൽ വെച്ച് തന്നെ വീര്യം കുറയ്ക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഇരു രാജ്യങ്ങളും ചേർന്ന് രൂപീകരിക്കും. അന്തിമ കരാർ ഉണ്ടാകുന്നതുവരെ നിലവിലെ സ്ഥിതി തുടരാനാണ് തീരുമാനം. അതായത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളിൽ കൂടുതൽ പുരോഗതി വരുത്തില്ല. പകരം അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയോ മേഖലയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയില്ല. കരാർ ഒപ്പിട്ടയുടൻ തന്നെ ഇറാന് ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്യാനുള്ള അനുമതി അമേരിക്കൻ ട്രഷറി വകുപ്പ് നൽകും. ഇതോടെ ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട ശതകോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ അവർക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ സാധിക്കും. ഈ കരാറിന്റെ വിജയകരമായ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക എക്സിക്യൂട്ടീവ് സംവിധാനവും നിലവിൽ വരും. അമേരിക്കയും ഇറാനും തമ്മിൽ മാത്രമാണ് ഈ കരാറെങ്കിലും ഇതിന്റെ അന്തിമ രൂപത്തിന് UN രക്ഷാസമിതിയിലെ സ്ഥിരം അംഗങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ എന്നീ 5 രാജ്യങ്ങളുടെയും അംഗീകാരമുണ്ടായിരിക്കും. ഇത് ഭാവിയിൽ വരുന്ന ഭരണകൂടങ്ങൾക്ക് ഈ കരാറിൽ നിന്നും പെട്ടെന്ന് പിന്നോട്ട് പോകുന്നതിന് തടസ്സമാകും. വരും ദിവസങ്ങളിൽ മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ കരാർ വഴിവെക്കുമെന്ന് ഉറപ്പാണ്.